ഏവർക്കും ക്രാഫ്റ്റ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പല ടൈപ്പിലുള്ള അക്വേറിയംസ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലൊരു വെർട്ടിക്കൽ അക്വേറിയം വളരെ അപൂർവമായിട്ടായിരിക്കും നമ്മൾ കണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലൊരു വെർട്ടിക്കൽ അക്വേറിയം നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിത് ഉണ്ടാക്കാൻ ആദ്യമായി ആവശ്യമുള്ളത് കുറച്ച് ഗ്ലാസ്സുകളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 അടിക്ക് 1 അടിയുള്ള 3 ഗ്ലാസും അതുപോലെ തന്നെ 1 അടിക്ക് 1 അടിയുള്ള 2 ഗ്ലാസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് മാസ്കിൻ ടേപ്പ് ഒട്ടിക്കാം. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സിലിക്കോൺ ഈ ഗ്ലാസ്സിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈഡിലേക്ക് സിലിക്കോൺ പരക്കാതിരിക്കാനാണ്. അപ്പോൾ നമുക്കിത് ഇതുപോലെ എല്ലാ ഗ്ലാസ്സിലും നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഗ്ലാസ്സിലും മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സുകൾ തമ്മിൽ ഒട്ടിക്കാം. അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒട്ടിക്കാനായി ഇവിടെ ഉപയോഗിക്കുന്നത് സിലിക്കോണാണ്. ഇത് അക്വേറിയം ഷോപ്പുകളിലൊക്കെ ഒരു 110 രൂപയ്ക്ക് ലഭ്യമാണ്. ഈ സിലിക്കോൺ നമുക്ക് ഗ്ലാസ്സിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു ഗണ്ണും നമുക്ക് ആവശ്യമുണ്ട്. ഇതൊരു 100 രൂപയ്ക്ക് താഴെ നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഈ സിലിക്കോൺ ഒന്ന് അപ്ലൈ ചെയ്യാം. സിലിക്കോൺ ഒരുപാട് അപ്ലൈ ചെയ്യണമെന്നില്ല. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ലൈനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതിയാവും. സിലിക്കോൺ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഗ്ലാസ് നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ ഈ ഗ്ലാസിൻ്റെ കട്ടിങ് സൈഡിലൊക്കെ അല്പം ഷാർപ്പായിരിക്കും. ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സിലിക്കോണൊക്കെ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ഒരു സൈഡിൽ ഗ്ലാസ് നമുക്ക് ഒട്ടിക്കാം. ശേഷം നമുക്ക് ഇങ്ങേ സൈഡിലെ ഗ്ലാസ്സിലും സിലിക്കോൺ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച ഭാഗത്തൂടെ അകത്തുകൂടെ ഒരു ലെയർ സിലിക്കോണും കൂടി അപ്ലൈ ചെയ്യാം. കാരണം ഈ ഭാഗത്തൊന്നും ലീക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നല്ലപോലെ അപ്ലൈ ചെയ്ത് വിരലുപയോഗിച്ച് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറകുവശത്തും നമുക്ക് വേണമെങ്കിൽ സിലിക്കോൺ അപ്ലൈ ചെയ്യാം. കാരണം ഒരു കാരണവശാലും നമുക്ക് ലീക്ക് ആവാൻ പാടില്ല. അതിനാണ് നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ സിലിക്കോൺ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 5 ഗ്ലാസ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഒട്ടിച്ച ഗ്ലാസിൻ്റെ 4 കോർണറിൽ നമുക്ക് അല്പം മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് വയ്ക്കാം. നമുക്കൊരു 12 മണിക്കൂർ നേരം ഇത് ഉണങ്ങാനായി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാനാണ് നമ്മൾ ഈ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ അക്വേറിയത്തിൻ്റെ ഗ്ലാസ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു വെർട്ടിക്കൽ അക്വേറിയമാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 അടി നീളത്തിലും 7 ഇഞ്ച് വീതിയിലും ഒരു 3 ഗ്ലാസും അതുപോലെ തന്നെ 2 അടി നീളത്തിലും 6 ഇഞ്ച് വീതിയിലും 1 ഗ്ലാസും അതുപോലെ ഒരു ചെറിയൊരു ബോട്ടം ഗ്ലാസുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളിത് ഒട്ടിച്ചൊക്കെ കഴിയുമ്പോൾ ഇത് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് ഒട്ടിക്കാം. ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ഗ്ലാസ്സാണ് നീളം കുറച്ചെടുത്തിരിക്കുന്നത്. 2 നീളം കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളിത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2 സൈഡിലും നീളം കുറച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനൊരു സൈഡിലേക്ക് വെക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇതിൻ്റെ ഹൈറ്റും നിങ്ങൾക്ക് 2 അടി തന്നെ വെക്കണമെന്നൊന്നുമില്ല. ഒരു 2 അടിയോ അങ്ങനെ വെച്ചാലും മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സുകളെല്ലാം നല്ലപോലെ ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് പെട്ടെന്ന് തന്നെ ഒട്ടി സെറ്റാവുന്നതാണ്. എങ്കിൽ നമുക്കൊരു 12 മണിക്കൂർ നല്ലപോലെ സെറ്റാവാനായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒക്കെ നല്ലപോലെ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ ഗ്ലാസിൻ്റെ കട്ടിംഗ് ഭാഗമൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. കാരണം മീൻ അകത്തോട്ടും പുറത്തോട്ടും പോയി വരുന്ന സമയത്ത് അതിൻ്റെ വാലൊക്കെ കട്ടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ നമുക്ക് സ്മൂത്താക്കി എടുക്കാം. ഇനി നമുക്ക് ഈ വലിയ അക്വേറിയത്തിൻ്റെ മാസ്കിൻ ടൈപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് മുന്നേ ചെയ്ത പോലെ തന്നെ ഈ ഗ്ലാസിൻ്റെയും മുകൾ ഭാഗത്തൊക്കെ നമുക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഷാർപ്നെസ് ഉണ്ടാവും. അത് നമുക്കൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. കാരണം നമ്മൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്തൊക്കെ നമ്മൾ കൈ തട്ടി പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ലപോലെ സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ സാൻഡ് പേപ്പർ ഇട്ട് നല്ല സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ അക്വേറിയത്തിനകത്ത് നമുക്ക് ഈ വെർട്ടിക്കൽ അക്വേറിയം നിർത്തി വെക്കാം. അതിനായി നമുക്കൊരു കഷ്ണം തെർമോക്കോളിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ഗ്ലാസ് രണ്ടും ഡയറക്റ്റ് ഒട്ടി വെച്ച് അങ്ങോട്ടും അങ്ങോട്ടും നീക്കുന്ന സമയത്ത് പൊട്ടാൻ സാധ്യത. അതിനോട് തെർമോക്കോൾ നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും നിങ്ങളുടെയൊക്കെ മനസ്സിൽ, ഇത് മറിഞ്ഞു വീഴുമെന്ന് ഒരു സംശയം ഉണ്ടാകും. യാതൊരു കാരണവശാലും മറിഞ്ഞു വീഴില്ല. കാരണം ഇത് വെള്ളം ഇതിനകത്ത് കയറി വെള്ളം നല്ലപോലെ ലോഡാവും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഒട്ടിക്കലും അക്വേറിയത്തിൻ്റെ മറ്റ് പണികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി ഈ അക്വേറിയത്തിനകത്തൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു തരം കളർ കല്ലാണ്. ഇത് 1 കിലോ 50 രൂപയോളം വില വരുന്നുണ്ട്. ഇത് നമുക്ക് അക്വേറിയം ഷോപ്പിൽ അതുപോലെ തന്നെ ഫിഷൊക്കെ വിൽക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വാങ്ങിക്കാനായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കിലോ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്വേറിയത്തിൻ്റെ ടാങ്കിൽ ഇത് ഫില്ല് ചെയ്യാം. അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ നമ്മൾ അക്വേറിയത്തിൽ നിരത്തിയിട്ടുണ്ട്. നമുക്കിനി അല്പം ഉപ്പിടാം. ഈ ഉപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളം സ്മൂത്താകാനാണ് ഉപ്പിടുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടത്. അതെന്തായിക്കോട്ടെ, നമുക്ക് കുറച്ച് അല്പം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ച് നമുക്കൊരു ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് തന്നെ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ കല്ലും ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ അക്വേറിയത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നത് ഈ വെർട്ടിക്കലിനകത്ത് എങ്ങനെയാണ് വെള്ളം കയറ്റുന്നത് എന്നായിരിക്കും. അതിന് നമുക്ക് വേണ്ടത് ഒരു തെർമോക്കോളിൻ്റെ കഷ്ണവും അതുപോലെ ഒരു വാട്ടർ ലെവലിൻ്റെ പൈപ്പുമാണ്. അപ്പോൾ തെർമോക്കോളിൽ ചെറിയൊരു തുളയിട്ട് നമ്മുടെ ഈ വാട്ടർ ലെവലിൻ്റെ പൈപ്പ് നമുക്ക് അതിനകത്തേക്ക് കയറ്റി വെച്ച് നമ്മുടെ ഈ വെർട്ടിക്കൽ അക്വേറിയത്തിന് അകത്തേക്ക് കയറ്റി വിടാം. ശേഷം നമ്മുടെ പൈപ്പിൻ്റെ അങ്ങേയറ്റത്ത് നല്ലപോലെ എയർ പുറത്തേക്ക് വലിച്ചെടുത്താൽ ഈ വെള്ളം ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് കയറുന്ന കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്തേക്ക് വെള്ളം കയറ്റാനുള്ള പണി. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ വെള്ളം കയറ്റാനായി നമ്മൾ എയർ പുറത്തേക്ക് വലിച്ച് നിർത്തുമ്പോൾ ഇതിൻ്റെ അറ്റം അടച്ചു പിടിക്കണം. അല്ലെങ്കിൽ വെള്ളം നമ്മൾ കയറ്റിയ പോലെ തന്നെ താഴോട്ട് വരും. അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ അക്വേറിയത്തിൻ്റെ മുകളിലേക്ക് വെള്ളമൊക്കെ കയറ്റിയിട്ടുണ്ട്. നമുക്കിനി ട്യൂബ് മടക്കി പിടിച്ചോ അല്ലെങ്കിൽ അടച്ചു പിടിച്ചോ തന്നെ നമ്മളിത് പുറത്തെടുക്കണം. വിട്ട് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ചെടികളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അക്വേറിയത്തിനകത്ത് വെക്കാം. ഇപ്പോൾ പൊങ്ങിപ്പോകുന്നൊരു ചെടി ഉണ്ടല്ലോ, ഇത് നമുക്ക് അക്വേറിയം ഷോപ്പുകളിലൊക്കെ ലഭിക്കും. നമ്മളിത് വെള്ളത്തിനകത്തിട്ടാൽ വെള്ളത്തിന് മുകളിൽ പാറിക്കിടക്കുന്ന ഒരുതരം ചെടിയാണിത്. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കി. ഇനി ഇതിലേക്ക് മീനിന് വിടാം. ഇതൊരു തരം അക്വേറിയത്തിൽ ഒഴിക്കുന്ന ഒരു മെഡിസിനാണ്. ഇതൊരു 10-20 ലിറ്റർ വെള്ളത്തിനൊക്കെ 1-2 തുള്ളി ഒഴിച്ചാൽ മതി. ഇത് 2 കളറിൽ ലഭ്യമാണ്, ഒന്ന് നീലയും ഒന്ന് മഞ്ഞയും. ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് മഞ്ഞ കളറാണ്. ഇത് അധികം ഒഴിച്ചാൽ വെള്ളം മുഴുവൻ മഞ്ഞ കളറാവും. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിൻ്റെ വർക്കൊക്കെ ഏകദേശം പൂർത്തിയായി. ഇനി നിങ്ങൾ തന്നെ ഇത് കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.
വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യഥാസമയം നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ.